അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഔലിയാക്കന്മാരുടെ കഥ മൗലാന പേരോട് ഉസ്താദും പൊന്മള ഉസ്താദും പറഞ്ഞു. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ സമയത്ത് എന്തൊക്കെ അനാവശ്യങ്ങളാണോ പേരോട് ഉസ്താദിനെ പറഞ്ഞത് എന്ന് കണക്കില്ല. പൊന്മള ഉസ്താദിനെ ഒരു കണക്കും കജില്ലാത്ത വർത്തമാനങ്ങളായിരുന്നു ഇവൻ തലി കെട്ടി താടിയും വെച്ച് സ്റ്റേജിൻ്റെ മുന്നിൽ കടന്നു കണ്ട് കുരച്ചാടിയത്. ഒരു ചത്തരപ്പട്ടിയും കൂടി കുരക്കൂല, ആ ജാതി കുരക്കലായിരുന്നു കുരച്ചിരുന്നത്. ആ ജാതി കുരക്കലായിരുന്നു കുരച്ചിരുന്നത്. എന്നാൽ അതേ വാക്കുകൾ തന്നെ മറ്റു പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. അതിനോ മാന്യമായിട്ടാണോ പറയണത്. ഇപ്പം മുസ്തഫൽ ഫൈസി ആ വിഷയം പറയുന്നുണ്ട്. പൊന്മള ഉസ്താദ് പറഞ്ഞ അതേ വിഷയം മുസ്തഫൽ ഫൈസി പറയുന്നുണ്ട്. അതേ വിഷയം തന്നെ അതിനോ മാന്യമായിട്ട് ക്ലിപ്പിടണമെന്ന് കണ്ടോളി. ചിലപ്പോൾ ബുദ്ധിക്ക് തകരാറ് പറ്റുമത്രേ. അവർക്ക് ബുദ്ധിയില്ലാത്ത കാലങ്ങളുണ്ടെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, മജ്നൂനീകളായ ആളുകളോട് ഔലിയാക്കളെ ഉപമിക്കുകയാണ് ഇയാൾ. അതുകൂടി ഒന്ന് കേട്ടോളൂ. ഈ നൗഷാദിൻ്റെ ഓരോ വാക്കുകളും ഓരോ ഫിത്തനകളായിരിക്കും. ഇനി ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, നൗഷാദ് പറഞ്ഞത്. ഇനി മുസ്തഫൽ ഫൈസി എന്താണ് പറയുന്നത് അതും നോക്കിക്കോളി. മുസ്തഫൽ ഫൈസി പറയട്ടെ. കാരണം മുസ്തഫൽ ഫൈസി നളന്ദ സമസ്തയുടെ നേതാവാണിപ്പോൾ. ഇവൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ ഇവനെ ഓരോറ്റാണ് ചെറിയൊരു കൂറുള്ളത്. നളന്തക്കാരായിട്ടാണ് ഇവനൊരു കൂറുള്ളത്. മറ്റുള്ളവരായിട്ട് അതില്ല. അതെന്താന്നുള്ള കാരണം ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ അറിയിക്കുന്നുണ്ട്. അത് പിന്നീട് നമുക്ക് പറയാം. ഇപ്പോൾ നളന്തക്കാരായിട്ടുള്ളൊരു കൂറുണ്ട് വരെ. ഏതായാലും മുസ്തഫൽ ഫൈസി ഒന്ന് പറയട്ടെ. ലോകത്ത് ഈ ഔലിയാക്കന്മാരെന്ന് പറയുന്നവർ അവരുടെ പ്രത്യേക അഹ്വാലുകളിൽ ചിലപ്പോഴൊക്കെ ശരീഅത്തിനെതിരായി അവരുടെ വാക്കുകളിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ ജദ്ബ് എന്നൊക്കെ പറയുന്ന അവസ്ഥ, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഷഹറാനിയെ പോലുള്ളവർ അൽ മിനൽ കുബ്ര, ലതായിഫുൽ മിനൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടേതായ അങ്ങനെയുള്ള അവസ്ഥകളിൽ ശരീഅത്തിന് വിരുദ്ധമായ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റില്ല. ആ വിഷയത്തിൽ കണ്ടോ, ശരീഅത്തിന് വിരുദ്ധമായിട്ട് വന്നാൽ ആ വിഷയത്തിൽ നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റൂല. ആ സമയത്ത് കുരുവട്ടൂരികൾ പറഞ്ഞ എന്താണ്, റമദാനിൽ ഔലിയ ചായ തന്നാൽ, വെള്ളം തന്നാൽ, ആ വെള്ളം ഔലിയ തന്നു എന്നുള്ള നിലക്ക് കുടിക്കുകയാണെങ്കിൽ ആ നോമ്പിനാണ് ഏറ്റവും വലിയ സ്ഥാനം. ഞാൻ പറയല്ല, അത് കേട്ടോളി. അത് കേട്ടിട്ട് ബാക്കിയാണ് പറയാം നമുക്ക്. ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത്. അതെ. പിന്നെ ആ കള വീട്ടിന്റെ ആവശ്യമില്ല. പിന്നെ മുറിയാത്തോമ്പ് അല്ല, മുറിയുന്ന ഒരു കേൾവിയുണ്ട്. ആ കേൾവിക്കാർക്ക് ഒരു വലിയ വെള്ളം കൊടുത്താൽ അവന്റെ നോമ്പ് മുറിയുമെന്ന്. അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹ് വീട്ടിയോടി. അപ്പൊ യക്കീനുള്ള ആൾക്ക് കള വീട്ടിൽ ഒരു ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. അവന്റെ അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പിനേക്കാൾ ഉഷാർ. കേട്ടില്ല? റമദാനിൻ്റെ പകലിൽ ഒരു വലിയ ഒരാൾക്ക് വെള്ളം കൊടുത്താൽ ആ വെള്ളം കുടിക്കുക. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സാധാ നോമ്പിനേക്കാൾ ആ നോമ്പിനാണ് ഏറ്റവും വലിയ ഉഷാറ്. എങ്ങനെയുണ്ട്? ശരീഅത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിക്കൊണ്ട് കച്ചകെട്ടി ഇറങ്ങിയ കുരുവട്ടൂരികളെ നാശമേ നാശം. ബാക്കി പറയട്ടെ മുസ്തഫൽ ഫൈസി. അവർ നല്ല ഉയർന്നവരാണ്. അവർ അള്ളാഹു ലയിച്ചു അങ്ങനെ ബുദ്ധിഭ്രമം സംഭവിച്ചവരാണ്. ചിലപ്പോൾ കൂടുതൽ കാലം അങ്ങനെ സംഭവിച്ചവരെ കാണാൻ സാധിക്കും. നൈമിഷികമായി ഒക്കെ ഉള്ളവരെ കാണാൻ സാധിക്കും. പക്ഷേ പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. അവർ അള്ളാഹുവിൻ്റെ ലഹരിയിൽ അങ്ങോട്ട് ലയിച്ച് അങ്ങ് നല്ലോണം അങ്ങോട്ട് കയറി അവരുടെ ശരീരം മുഴുവനും അവർ ദുന്യാവിനങ്ങോട്ട് വെടിഞ്ഞു പറ്റേ. അവർ അള്ളാ എന്നല്ലാതെ വേറെ ചിന്തല്ല. അങ്ങനത്തെ ഒരു ഹാലിലെത്തിയവരാണ്. അപ്പം അവർക്ക് പലതും സംഭവിക്കും. ചിലപ്പോൾ അത് താങ്ങാൻ കഴിയാതെ വരാം. അങ്ങനെയാണേ. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ അല്ലല്ലോ മറ്റുള്ള ഔലിയാക്കന്മാരെ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ അല്ലല്ലോ മറ്റുള്ളവർ. ചിലപ്പോൾ അവരെ കൊണ്ട് താങ്ങാൻ കഴിയാതെ വന്നാൽ അങ്ങനെ പല ചതുബിലും അവരാവാം. അതാ പറഞ്ഞത്.
വിരുദ്ധമായി വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് നമുക്ക് യാതൊരു കാരണവശാലും നമുക്ക് അവർ പറയുന്ന ആ അപ്രകാരമുള്ള നിർദ്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഏത്? റമദാനിൽ ചായ തന്നല്ലോ, അല്ലെങ്കിൽ റമദാനിൽ വെള്ളം കൊടുത്തല്ലോ. ആ വെള്ളം കൊടുത്തപ്പോൾ കുടിക്കുക എന്നല്ലോ, അവല് തന്നു എന്നുള്ള നിലക്ക് കുടിച്ചോ. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ആ നോമ്പിനാണ് ഏറ്റവും സ്ഥാനം എന്ന് ആരാ പറയണത്? കോമാട് പിന്നെ പമ്പേഴ്സ് പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. ഇത് കുരുവട്ടൂരികളുടെ വാദമാണോ അല്ലേ? എന്നാൽ കുരുവട്ടൂരികൾക്ക് ഇങ്ങനത്തെ ഒരു വാദമല്ല എന്ന് നൗഷാദ് പറയുന്നുണ്ട്. പക്ഷേ ഇത് മറ്റേ ചങ്ങായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നീ കേട്ടോളി, ഇത് നമ്മൾ പറഞ്ഞതാണെന്ന് നൗഷാദ് പറയുന്നുണ്ട്. അതുപോലെ റമദാൻ പകലിൽ ഒരു വലിയ തന്ന വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും നോമ്പ് മുറിയില്ല. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കേട്ടില്ല നിങ്ങൾ? അതിപ്പോൾ നമ്മളുണ്ടാക്കിയതാ. റമദാനിൻ്റെ പകലിൽ ഒരു വലിയ വെള്ളം തന്നാൽ ആ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയുകയില്ല എന്ന് പറഞ്ഞ് നമ്മളുണ്ടാക്കിയതാണോ അതാ കുരുവട്ടൂരി പമ്പേഴ്സ് പറഞ്ഞതാണോ? നമ്മളിതിനെ മുന്നേ കേട്ടില്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ ചങ്ങായിനെ 10 ഇപ്പം പറയുന്ന ഓരോ വാക്കിനും എന്ത് ചെയ്യണം? മറുപടി പറയണം. ഓരോ വാക്കിനും മറുപടി പറയണം. ഇനി ഇപ്പം ജദുബിനെ പറ്റിയിട്ടാണ് പരിഹസിച്ചിരുന്നത്. ജദുബ് പേരോട് ഉസ്താദും പരമള ഉസ്താദും പറഞ്ഞ വിഷയം അതന്നെ ഇപ്പം മുസ്തഫൽ ഫൈസിയും പറഞ്ഞത്. ഇനി ഇതേ വിഷയം ഇവൻ പലപ്പോഴും പറയുന്നുണ്ട്. ഏത് വശത്താണ്? ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിൻ്റെ വശത്താണ് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോ നോക്കി. ചെറുശ്ശേരി ഉസ്താദിൻ്റെ വശത്താണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നു. ഓക്കെ, നിങ്ങൾ ചെറുശ്ശേരി ഉസ്താദിൻ്റെ കൂടെ നിന്നോളൂ. ഏതായാലും മടവൂരിനിക്ക് ജദുബുണ്ടായിട്ടില്ല എന്നും മടവൂരിന് അങ്ങനത്തെ ഒരു പ്രശ്നേ ഉണ്ടായിട്ടില്ല എന്നാണല്ലോ കുരുവട്ടൂരികളെ നിങ്ങളുടെ വാദം. എന്നാൽ ചെറുശ്ശേരി ഉസ്താദ് എന്ന് വരട്ടെ. ചെറുശ്ശേരി ഉസ്താദ് എന്ന് പറഞ്ഞു കൊടുത്താണ്. പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജ. മൂപ്പര് ചിലപ്പോൾ നമ്മൾ സ്റ്റേജിൽ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ്. എന്ത് പറയാണ്ട് നൗഷാദേ എനിക്ക്? ഇതാ ചെറുശ്ശേരി ഉസ്താദും പറയണേ, CMA എന്ന് പറഞ്ഞാൽ ഒരു മജ്ദൂബായ വലിയാണ്. റമദാനിൽ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ പല പ്രാവശ്യങ്ങൾ നിസ്കരിക്കാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ടില്ലേ? എന്ത് പറയുന്നു നൗഷാദേ? എന്ത് പറയുന്നു? ഏയ് ജാരപ്പാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നു. നിങ്ങൾ ചെറുശ്ശേരി ഉസ്താദിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത് സത്യമാണ്. ചെറുശ്ശേരി ഉസ്താദിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കേണ്ടി വരും. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത് അവിടെ സത്യമാണ്. എന്താ പറഞ്ഞത്? CMA എന്ന് പറഞ്ഞാൽ ഒരു മജ്ദൂബായ വലിയാണ്. അതന്നെ മുസ്തഫൽ ഫൈസിയും പറഞ്ഞു. മുസ്തഫൽ ഫൈസി കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു. പൊന്മള ഉസ്താദ് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു. പേരോട് ഉസ്താദും കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു. എന്നേ ഉണ്ടായിട്ടുള്ളൂ. ചെറുശ്ശേരി ഉസ്താദും പറഞ്ഞത് അതേ കാര്യമാണ്. ചെറുശ്ശേരി ഉസ്താദ് ഒന്നും കൂടി ഗൗരവത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഒന്ന് ഗൗരവത്തിലായി പച്ചയായിട്ട് ജനമധ്യത്തിൽ അങ്ങനെയാണ് പറഞ്ഞു. ഏത്? മടവൂര് റമദാനിൽ പകലിൽ ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞു. മടവൂര് റമദാനിൽ പകലിൽ ഭക്ഷണം കഴിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ജദുബിലാകുമ്പോൾ അങ്ങനെയാണ്. ആ സമയത്തുള്ളത് അവരിൽ ഇത്തിബാഴ് ചെയ്യരുത് എന്നാണ് മുസ്തഫൽ ഫൈസി പറഞ്ഞത്. ആ സമയത്ത് അവരിൽ ഇത്തിബാഴ് ചെയ്യരുത് എന്നാണ് മുസ്തഫൽ ഫൈസി പറഞ്ഞത്. അതിന് ഇജ്ജെന്താ പറഞ്ഞത്? എൻ്റെ ആളെന്താ പറഞ്ഞത്? പമ്പേഴ്സ് എന്താ പറഞ്ഞത്? അങ്ങനെ ഇത്തിബാഴ് ചെയ്ത് അവർ റമദാനിൽ തരുന്ന വെള്ളം കുടിച്ചാൽ അന്നത്തെ നോമ്പിനാണ് ഏറ്റവും ശ്രേഷ്ഠത. അതാണ് എൻ്റെ പമ്പേഴ്സ് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ജാതിയാണ് നിങ്ങൾക്ക് തന്നെ അറിയില്ല. എന്ന് പറഞ്ഞത്. രണ്ടാളും രണ്ടായിട്ട് അറിയണേ. ഇപ്പം പറയാം അത് പറ്റൂല, മറ്റവൻ പറയാം അത് പറ്റും. എന്തൊരു കഷ്ടം റബ്ബുൽ-ആലമീനായ തമ്പുരാനെ. പരിശുദ്ധ ദീൻ കൊണ്ടാണ് ഈ കളിക്കുന്നത്. അള്ളാഹു ഈ കുരുവട്ടൂരികളുടെ ഷെറിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ.
മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകട്ടെ, അവരിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, എല്ലാ മുസീബത്തിനെ തൊട്ടും പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.